മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് മലയാളികളുടെ ഗാനഗന്ധർവനായ യേശുദാസിനെ കുറിച്ച് തന്നെയാണ്. ഇന്നത്തെ ദിവസം യേശുദാസിനെ കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചാണ് സംസാരിക്കുക? ഇന്ന് 86 വയസ്സ് തികഞ്ഞിരിക്കുന്നു. 1940 ജനുവരി 10 ജനിച്ച അദ്ദേഹം മലയാള സിനിമയുടെ അഭിമാനമായി മാറി. എന്നാൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചെറിയ വിഷമമുണ്ട്. അതൊരു വലിയ വിഷമമോ ഭാരമോ ഒന്നുമല്ല, എന്നാലും ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ വിഷമം. അതാണ് ഗാനഗന്ധർവന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനായ വിനോദിനെക്കുറിച്ച് പറയാനുള്ളത്. ഗാനഗന്ധർവന് 3 മക്കളാണ്: വിജയ് യേശുദാസ്, വിനോദ് യേശുദാസ്, വിശാൽ യേശുദാസ്. ഇതിൽ വിനോദ് യേശുദാസ് എന്ന തൻ്റെ മകൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഇപ്പോൾ US-ൽ അതിഗംഭീരമായി ജോലി ചെയ്യുകയാണെന്നും പറയുന്നു. വിവാഹം കഴിക്കാൻ ഏറെ വൈകിയത് തന്നെയാണ് ഇപ്പോൾ യേശുദാസിനെ സംബന്ധിച്ചൊരു ചെറിയ വിഷമമായി മാറുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് 49 വയസ്സെങ്കിലും ഉണ്ടാകും. എല്ലാം ആരാധകർ കാണുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ US-ലാണ്. എന്നാൽ അച്ഛൻ്റെ പിറന്നാൾ ദിവസം അച്ഛൻ ആശംസകൾ നൽകാൻ മകൻ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട്. വിശാൽ യേശുദാസും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്ന് പറയുന്നു. ഏറ്റവും മൂത്ത പുത്രൻ്റെ പേര് വിജയ് യേശുദാസ് എന്നാണ്. അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനാണ്. വിനോദ് യേശുദാസ് എന്ന വ്യക്തിയെക്കുറിച്ച് പ്രേക്ഷകർ പലപ്പോഴും അന്വേഷിക്കാറുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് എവിടെയും കാണാനും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിജയ് യേശുദാസിൻ്റെ വിവാഹ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ 2 ആൺമക്കളുടെ വാർത്തയും കൂടുതലും വൈറലായത്. വിജയ് അച്ഛൻ്റെ പാത പിന്തുടർന്ന് സിനിമയിലേക്കും ഗാനത്തിലേക്കും എത്തി. നല്ലൊരു അഭിനേതാവ് കൂടിയാണ് വിജയ് യേശുദാസ്. അതും എടുത്തു പറയേണ്ട ഒരാവശ്യം കൂടിയുണ്ട്. പ്ലേബാക്ക് സിംഗർ എന്നതിനേക്കാൾ ഉപരി നല്ലൊരു അഭിനേതാവാണെന്ന് കൂടി പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് വിജയ്. വിജയ്ക്ക് ഇപ്പോൾ 46 വയസ്സ്. ശരിക്കും പറഞ്ഞാൽ യേശുദാസിനും ഭാര്യയ്ക്കും പ്രഭ യേശുദാസിനും വളരെ വൈകിയാണ് ഒരു മകനുണ്ടായത്. വളരെയേറെ നാൾ കാത്തിരുന്നതിന് ശേഷമാണ് വിനോദ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ 7 വർഷം കാത്തിരുന്ന് ജനിച്ച വിനോദിനോട് വല്ലാത്ത പ്രീതി ഉണ്ടായിരുന്നു. എല്ലാവർക്കും അത് അങ്ങനെ തന്നെയായിരുന്നു. വിനോദിനോടൊരു പ്രത്യേക ഇഷ്ടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. 7 വർഷം പ്രാർത്ഥിച്ച് കിട്ടിയ മകനായതുകൊണ്ട് തന്നെ അവർ അങ്ങനെ പൊന്നുപോലെ വളർത്തി. അവൻ്റെ കാര്യങ്ങളായിരുന്നു കൂടുതലും സ്വപ്നം കണ്ടത്. എന്നാൽ അവസാനം വിവാഹകാര്യം എത്തിയപ്പോഴേക്കും എന്തുകൊണ്ടോ ഏതുകൊണ്ടോ ആ വിവാഹമൊന്നും നടന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ യേശുദാസിൻ്റെ മനസ്സിലെ ഒരു വിങ്ങലായി തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. യേശുദാസിനും പ്രഭയ്ക്കും ശരിക്കും പറഞ്ഞാൽ ഇന്ന് ജീവിതത്തിൽ എല്ലാം നേടാൻ സാധിച്ചുവെങ്കിലും ആ ഒരു കാര്യം മാത്രം നേടാൻ സാധിക്കാത്തതിൻ്റെ വിഷമമാണ് എന്ന് പറയാം. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഇതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് വളരെയധികം തന്നെ യേശുദാസിനെക്കുറിച്ചും അതുപോലെ യേശുദാസിൻ്റെ ഭാര്യയെക്കുറിച്ചുമൊക്കെ സംസാരിക്കാനും പറ്റുന്നുണ്ട്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് ഈ കുടുംബം ഇപ്പോൾ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.